നമസ്കാരം. കണ്ണൂരിൽ ഡോക്ടർ നിർദ്ദേശിച്ച പനിക്കുള്ള സിറപ്പിന് പകരം തുള്ളിമരുന്ന് നൽകിയതിനെ തുടർന്ന് 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. പഴയങ്ങാടിയിലെ ഖദീജ മെഡിക്കൽസിൽ നിന്നും സിറപ്പിന് പകരം നൽകിയ തുള്ളിമരുന്ന് കുഞ്ഞിന് നൽകിയതാണ് പ്രശ്നമായത്. ഫാർമസിയുടെ വീഴ്ച ചോദിക്കാൻ ചെന്നപ്പോൾ കേസ് കൊടുക്കാൻ പറഞ്ഞ് അവഗണിച്ചെന്ന് പിതാവ് സമീർ പറയുന്നു. കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടർന്നാൽ കരൾ മാറ്റിവെക്കുകയല്ലാതെ ജീവൻ രക്ഷിക്കാൻ മാർഗമില്ല. കഴിഞ്ഞ ശനിയാഴ്ച പഴയങ്ങാടിയിലെ ഡോക്ടർ താഹിറ കുറിച്ച് നൽകിയത് കാൽപോളോ സിറപ്പായിരുന്നു. ഖദീജ മെഡിക്കൽസിൽ നിന്നും കൊടുത്തത് കാൽപോളോ തുള്ളിമരുന്നും. കുറിപ്പടി മരുന്ന് ബില്ലും ഇത് തെളിയിക്കുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് മരുന്ന് തീർന്നു. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ മരുന്ന് മാറിയത് മനസ്സിലാവുന്നത് മരുന്ന് ഓവർഡോസായി കുഞ്ഞിന്റെ കരളിനെ ബാധിച്ചു. ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കരളിനെ ബാധിച്ചെന്ന് മനസ്സിലായത്. ഫാർമസിയുടെ വീഴ്ചയാണെന്ന് ചോദിക്കാൻ ചെന്നപ്പോൾ കേസ് കൊടുക്കാൻ ഉടമ പറഞ്ഞതായുമാണ് ആരോപണം. സംഭവത്തിൽ ഫാർമസി ജീവനക്കാർക്കെതിരെ കുട്ടിയുടെ പിതൃ സഹോദരൻ ഇ.പി. അഷ്റഫ് രംഗത്ത് വന്നു. കുഞ്ഞിനെ ഗുരുതരാവസ്ഥയിലാക്കിയത് ഫാർമസി ജീവനക്കാരാണ്. പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തിയ കുട്ടിക്ക് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നല്ല നൽകിയത്. ചോദിച്ചപ്പോൾ എന്നാ പോയി കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അഷ്റഫ് പറഞ്ഞു. മരുന്ന് മാറി നൽകിയ പഴയങ്ങാടി ടൗണിലെ ഖദീജ മെഡിക്കൽസിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട്. ഇന്ന് വൈകിട്ട് ലഭിക്കുന്ന പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ ചികിത്സ എന്നും അഷ്റഫ് പറയുന്നു. ഡോക്ടർ കുറിച്ച പനിക്കുള്ള സിറപ്പിന് പകരം പനിക്കുള്ള തുള്ളിമരുന്ന് മാറി നൽകുകയായിരുന്നു. മരുന്ന് ഓവർഡോസായി കുഞ്ഞിന്റെ കരളിനെ ബാധിച്ചു. ഗുരുതരാവസ്ഥയിൽ തുടർന്നാൽ കരൾ മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. ഇക്കഴിഞ്ഞ 8-നാണ് ഖദീജ ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങിയത്.